എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. നമ്മൾ അന്ന് കളിച്ച് നിർത്തിയതാണ് കേട്ടോ ഈ ഗെയിം മൈൻക്രാഫ്റ്റ്. നമ്മൾ പിന്നെ അങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഗ്രൈൻഡ് ചെയ്യണം, പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. കുറച്ച് ഫുഡ് അടിക്കട്ടെ, കുറച്ച് ഫുഡ് ഗൈസ്. ഒരു മിനിറ്റ്, ഫുഡ് ഹോട്ട് ബാർ ഫുള്ളായിട്ടുണ്ട് അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അന്നത്തെ പണി. നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞാൻ പിന്നെ അതിൻ്റെ ശേഷം വല്ലാതെ അങ്ങനെ ഗെയിം തൊട്ടിട്ടില്ല ഗൈസ്. ഇത് എന്തുവാണിത്? പോടാ. നമ്മൾ അന്ന് നിർത്തിയതാണ്, പിന്നെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതായത് ഐറ്റംസൊക്കെ എടുക്കട്ടെ. മാറടാ. നമ്മൾ പിന്നെ ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മാറിപ്പോടാ. ഇതിനൊക്കെ നമുക്ക് കൊല്ലണം ഗൈസ്. ഇത് ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല. ഇതിനെ കൊന്നാൽ കുറച്ച് ബോൺ കിട്ടും ഗൈസ്. ഇവിടെയൊക്കെ നമ്മൾ ഇനി പ്ലാറ്റ്ഫോം വലുതാക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഇതന്നെ ധാരാളമാണ് ഗൈസ്. ബൈഡ മച്ചു ഫുഡും നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ മാക്സിമം ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് മതിയാവത്തില്ല ഗൈസ്. നമുക്കിനി ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യണം കുറച്ചൊക്കെ. ഞാനിങ്ങനെയാണ് വേസ്റ്റ് ചെയ്യാറ്. അങ്ങനെ ഇരുന്ന് പുതിയ ബയോം ആയി തോന്നുന്നു ഗൈസ്. പുതിയ ബയോം കഴിഞ്ഞു. ഞാൻ വീഡിയോയ്ക്ക് ശേഷം പിന്നെ പുതിയ ബയോം കിട്ടി. ഡയമണ്ട് എത്ര കിട്ടി ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാൻ മാക്സിമം വീഡിയോ ഓവർ ലെങ്ത് ആവാതെ നോക്കും. എവിടെ കൺട്രോളൊന്നും കിട്ടുന്നില്ല. നമ്മുടെ പട്ടിക്കൂട്ടൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. 5 ഡയമണ്ട് ഇതാ ഇതിലുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഡയമണ്ട് ഇല്ല. പിന്നെ എന്തൊക്കെ ഉണ്ട് നോക്കട്ടെ. മേലത്തേലും ഉണ്ടാവും ഗൈസ് ചിലപ്പോൾ. മേലത്തേലില്ല ഗൈസ്. 5 ഡയമണ്ട് ഉണ്ട് ടോട്ടൽ നമ്മുടെ കയ്യിൽ. നമുക്ക് ഇനി ഇൻവെൻട്രി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. മേലെ പോ, ഓരോന്നും പോ. ഇതൊക്കെ ഇങ്ങോട്ട് പോട്ടെ ഗൈസ്. 32 ആരോ അല്ല 33 ആരോ ഗൈസ്. നായക്കുട്ടീൻ്റെ ആനിമേഷൻ നിങ്ങൾ കണ്ടോ? അത് പൊളിച്ച്, അതെനിക്ക് ഇഷ്ടപ്പെട്ട് ഗൈസ്. എവിടെ നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് വിടാം. ചെസ്റ്റൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ലാപ്പിസ്, എത്ര ലാപ്പിസാണ് നോക്ക് ഗൈസ്. പോഷനസ് ആരോ സ്നോ കുളത്തിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ തോന്നുന്നു ഗൈസ്. അയണ് ഇപ്പോൾ അത്യാവശ്യത്തിന് നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് ആവശ്യമില്ല അയണ്. ഇപ്പോൾ ആർമർ ഫുള്ളായി. മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഇനി ഇതുണ്ടാക്കാനാണ് ഗൈസ്. മറ്റേ എന്താ ഗൈസ് അതിൻ്റെ പേരിട്ടുന്നില്ലല്ലോ. പിക്കാക്സ് ഉണ്ടാക്കാനാണ് കാര്യമായിട്ട് ആവശ്യം ഗൈസ്. ഈ ഡയമണ്ട് മൈൻ ചെയ്യാനും. പിന്നെ അധികം ഞാൻ ഇപ്പോൾ അയൺ പിക്കാക്സാണ് യൂസ് ചെയ്യാറ്. അയണ് നിന്ന് കുറേ കിട്ടാറുണ്ട്, അതുകൊണ്ട് ഞാൻ മാക്സിമം അയണാണ് യൂസ് ചെയ്യാറ് ഗൈസ്. നമുക്ക് കുറച്ച് സ്റ്റോൺ കയ്യിൽ വെച്ചാൽ മതി. പിന്നെ ആവശ്യമുള്ള ഐറ്റംസ് കയ്യിൽ വെച്ചാൽ മതി ഗൈസ്. നമുക്കിവിടെ സ്മെൽറ്റ് ചെയ്ത അയൺ ഉണ്ടോ നോക്കട്ടെ. സ്മെൽറ്റ് ചെയ്ത അയൺ ഇല്ല ഗൈസ്. അപ്പോൾ നമുക്കത് ആവശ്യം വരും. നമുക്ക് ഈ 6 എടുക്കാം, എന്നിട്ട് കോളും എടുക്കാം. അല്ലല്ല ഗൈസ്, നമുക്ക് ഫർണസിൽ ചിലപ്പോൾ ഉണ്ടാവും. ഫർണസിലുണ്ട് ഗൈസ്. അത് മതി, അത് സെറ്റാവും. തിരിച്ചോടാ. ഓ മൈ ഗോഡ്, എന്ത് പറ്റി മല്ലയ്യ? കിട്ടി മല്ലയ്യ. അപ്പോൾ ഗൈസ്, ഇനി ഇത് നമുക്ക് ഫർണസിൻ്റെ അടുത്തൊരു അയൺ പിക്കേഴ്സ് ഉണ്ടാക്കാം. ഇത് ഫുൾ എടുക്കാം ഗൈസ്. ലാഗ്. ഇത് നമുക്ക് ഇവിടെ തന്നെ ഇതെടുത്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കണം ഗൈസ്. ഇത് നമുക്ക് എടുത്ത് വെക്കാതായിരിക്കും നല്ലത്. ഏതിലപ്പോൾ സ്റ്റോറേജ് ഉണ്ടാവുക ഗൈസ്? ഇതിൽ സ്റ്റോറേജ് ഉണ്ട്, അതായിരിക്കും നല്ലത് ഗൈസ്. കീബോർഡ് ഒരു സുഖം കിട്ടുന്നില്ല, കാരണം ഇപ്പോൾ കുറച്ച് കാലയിലേ കളിച്ചിട്ട്. ഞാൻ കീബോർഡ് മൗസ് വെച്ചിട്ട് ബസ് സിമുലേറ്റർ വീഡിയോ എടുത്തിരുന്നു ഗൈസ്. ഓവർ ലെങ്ത് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഡിലീറ്റ് ആക്കി. ഇനി നമുക്കത് ക്രാഫ്റ്റ് ചെയ്യണമല്ലോ. ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ സ്റ്റിക്ക് വേണം. ഗൈസ്, ഇങ്ങനെ ഓരോരോ വള്ളികളായിട്ടുണ്ട്. എവിടെ പോയി പ്ലാങ്ക് ഗൈസ്? പ്ലാങ്കിനാണോ ദാരിദ്ര്യം? കുറച്ച് കൊണ്ട് എടുക്കാം. ഒരു 3 ഇത് നമുക്ക് കുറച്ചെടുക്കുക ഗൈസ്. ഒരു മിനിറ്റ്, 2 അത് മതി ഗൈസ്. 2 മതി. എവിടെ വേഗം സ്പീഡ് റണ്ണ് ആർക്കും അറിയത്തില്ല ഗൈസ്. ഞാൻ പണ്ടേ പടുവായി പോയി, എന്താ ചെയ്യുക ഗൈസ്. മൈൻക്രാഫ്റ്റ് ഗോഡൊന്നല്ല ഗൈസ്. എനിക്ക് ഇതും കൂടി എടുക്കട്ടെ, ഒരു 4 സ്റ്റിക്ക്. ഇനി നമുക്ക് എന്താ ഗൈസ് ഒരു ശബ്ദം ഗൈസ്, ശബ്ദം കൂട്ടട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. എന്താ ഗൈസ്, ബഗ്ഗാണോ? ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അയൺ പിക്കാക്സ് എവിടെ?
എവിടെ നിന്നാണ് കേൾക്കുന്നത്? ഇവൻ നമുക്കവിടെ തല്ലുകൊല്ല. ഇവൻ ഇത് പിക്ക് ചെയ്ത് നടക്കും. എന്താണ് പിക്ക് ചെയ്ത്? നീ എന്താണ് പിക്ക് ചെയ്ത്? അവൻ എന്തെങ്കിലും പിക്ക് ചെയ്ത് നടന്നോട്ടെ, അതാകുമ്പോൾ അവൻ റീസ്പോൺ ആകത്തില്ല. നമുക്കവിടെ ആവശ്യം വരികയായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് കുറച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്യണം. ഓവർ ലെങ്ത് ആവാതെ നോക്കണം വീഡിയോ. നെക്സ്റ്റ് ലെവൽ അപ്ഡേറ്റ് ഇതിലെന്തായിരിക്കും ഗൈസ്? എന്തായിരിക്കും? നമുക്ക് കുറച്ച് ഫുഡ് അടിച്ച് നിൽക്കാം. എങ്ങനെ വരികയെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായിരിക്കും? ഞാൻ ആകാംക്ഷയിൽ. നമുക്ക് ഇരുന്നിട്ട് നിൽക്കാം ഗൈസ്. ഇരുന്നിട്ട് നിൽക്കാൻ നോക്കാം. രണ്ടും വേറെ വേറെ സാധനമല്ലേ, എങ്ങനെ ഇരുന്നിട്ട് നിൽക്കാൻ പറ്റും? അയ്യോ, വരുമ്പോൾ മോൺസ്റ്റേഴ്സൊക്കെ വരുമോ ഗൈസ്? 14 എത്രയാവണം? ഐറ്റംസ് കയറി കയ്യിൽ. ഇത് നമുക്ക് അടക്കണം. അശോ 10 ഇതടക്കണം, അല്ലെങ്കിൽ സീനാവും ചിലപ്പോൾ ഫസ്റ്റ് തന്നെ മോബ്സ് ആയിരിക്കും. ഓക്കെ, കറക്റ്റ് ടൈമിൽ വെച്ച് അടച്ചിട്ടുണ്ട്. ഇതെന്താ സാധനം എന്ന് പറയാൻ പറ്റത്തില്ല ഗൈസ്. കറക്റ്റ് ഇപ്പോൾ വരും. ഓക്കെ വന്ന് ഇപ്പോൾ വരും. ഞാൻ പൊട്ടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. വേഗം കാണുന്നില്ല. ഡെസേർട്ട് ആവശ്യമില്ല. TNT വെച്ചിട്ടേ നമുക്കിട്ട് പണി ഉണ്ടാക്കാൻ നോക്കുകയാണ് ഗൈസ് അവർ. ഇതെന്തൊരു സാധനം? റാബിറ്റ് വരുമല്ലോ. ഇവർ ഇതിലിതാണ്. എന്താ സാധനം? ഫുൾ ടീമുണ്ടല്ലോ. ഗൈസ്, എന്താണ് ഇപ്പോൾ ഇവിടെ നടന്നത്? TNT ഒക്കെയാണ് ഗൈസ് വരുന്നത്. ഓക്കെ, നമുക്കിത് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. നോക്കാം, നമുക്കിനി പോയിട്ട് കുറച്ച് ഇതുണ്ടാക്കാം. TNT കിട്ടിയിട്ടുണ്ട്. മാറാ നമുക്ക് ഇവനെ കൊല്ലണ്ട വിചാരിച്ചിട്ടാണ് ഗൈസ്. എന്തിനാടാ കൊന്നിട്ട് എന്ന് പറഞ്ഞ പോലെ ഇവനെ കൊല്ലണ്ട വിചാരിച്ചിട്ടാണ് ഗൈസ്. കാരണം ഇവനെ പിന്നെ നമുക്ക് അഥവാ ഫുഡ് കഴിഞ്ഞാൽ പട്ടിണി ആവേണ്ടി വരും, അല്ലെങ്കിൽ ഇവൻ്റെ പാല് കുടിച്ച് ജീവിക്കാം. മറ്റേത് നടക്കത്തില്ല ഗൈസ്. പോടാ കട്ടേ പോടാ ഗൈസ്. ഇത് എന്ത് വള്ളി? സ്നോ പൗഡർ, ബോൺ, ഇതിപ്പോൾ അയൺ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഇടത്തൊക്കെ വരികയാണല്ലോ കൈക്കണ്ണി. ഇതായിരിക്കും നല്ലത്. സാൻഡ് അത് നീ പോകുന്ന എനിക്കറിയുന്നടാ. നീ സൂപ്പറാടാ. ഗൈസ്, ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഞാൻ കുറച്ചധികം ഗ്രൈൻഡ് ചെയ്യാൻ എന്നിട്ട് കാണാം ഗൈസ്. ഒട്ടകം സെറ്റ്. ഇവൻ ഒട്ടകം. നീക്കടാ. ഇവിടെ കിടക്കല്ലടാ. നിൻ്റെ മേത്ത് കത്തി കെട്ടും, പിന്നെ നീ ചാവും. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ബെഡ് റോക്കാണ് സാധനം. നടക്ക്. നീ നടന്നേ. എൻ്റെ കൈ എങ്ങാനും തട്ടിയാൽ പോയി. വിടല്ലേ. വാടാ. നമുക്ക് നായക്ക് എന്താ ഗൈസ് പേരിടുക? നമുക്ക് ചിക്കൂന്ന് ഇട്ടാലോ? എന്തായാലും നോക്കട്ടെ ഗൈസ്. ഞാൻ ഇപ്പോൾ ചിക്കൂന്ന് പേരിടും. കാരണം എനിക്ക് നെയിം ടാഗൊക്കെ കിട്ടിയിട്ടുണ്ട്. നെയിം ടാഗ് കിട്ടി, എൻചാൻറ്റഡ് ആപ്പിൾ കിട്ടി ഗൈസ്. അതൊക്കെ എവിടെ ഗൈസ്? പ്രൊട്ടക്ഷൻ 3 ബുക്ക് കിട്ടി. ഗൈസ് ഇന്ത്യയിൽ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എവിടെ? ഓ മൈ ഗോഡ്. എടാ പോയടാ. എൻചാൻറ്റഡ് ആപ്പിൾ, പ്രൊട്ടക്ഷൻ 3 ബുക്ക്. ഓഹോ എടാ, എല്ലതും ഉണ്ടായിരുന്നു. ഇതേപോലത്തെ ഒരു ചെസ്റ്റ് ആയിരുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നെന്നറിയോ ഗൈസ്? ഒക്കെ പോയി. എന്താണ് ഇവൻ ഇങ്ങനെ കൊച്ചുണ്ടാക്കുന്നേ? നീ ചത്തോ. അവൻ അങ്ങനെ സ്വയം ചത്തോളും ഗൈസ്. ചാവിട്ടോ മക്കള്. അപ്പോൾ ഞങ്ങളിവിടെ പണിയെടുക്കുന്നുണ്ട്. എടാ എന്തത്? നിന്നൊക്കെ എന്തിനാടാ ഒന്നിട്ട്? എന്തിനാടാ ചത്തിട്ട്? എനിക്കൊന്നേ പറയാനുള്ളൂ. പ്ലീസ് വെറുതെ പറഞ്ഞാൽ ഗൈസ്. എന്തെങ്കിലും കിട്ടുക ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഗൈസ് നമ്മൾ പിന്നെയും തിരിച്ചെത്തിയൊരു സംഭവം ഉണ്ടായി. ബൈ ദ വൈ ഞാനിത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്.
നമ്മുടെ പിക്കാക്സ് പൊട്ടാറായി. പിന്നെ ഒരു വെറൈറ്റി സംഭവം കണ്ട സ്കെൽട്ടൻ ഒരു മത്തങ്ങത്തലുണ്ടായിരുന്നു. ഓ ഗൈസ്, ഒരു മത്തങ്ങത്തലുണ്ടായിരുന്നു ഗൈസ്. ജസ്റ്റ് മിസ് ഗൈസ്. ഇവിടെ വന്നിട്ടാണ് ഞാൻ വീണത്. അപ്പം ചാടി ഫൈറ്റിങ് നടക്കത്തില്ല. അവനിട്ട് അടിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ ഗൈസ്. ഗൈസ് അവൻ ഉണ്ടല്ലോ എന്നെ അടിച്ചത് നിങ്ങൾ കണ്ടില്ലല്ലോ. അതാണ് ഗൈസ്. അവൻ മത്തങ്ങത്തല്ലേ ഗൈസ്. അത് അറിയാതെ പെട്ടതാണ് എങ്ങനെയോ. അല്ല നമ്മുടെ കയ്യിലത്തെ ഐറ്റംസ് ഫുള്ള് നിറഞ്ഞു ഗൈസ്. ഇത്രയും ഐറ്റംസാണ് നമ്മുടെ കയ്യിലിപ്പോൾ കയറിയിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി ഇൻവെൻറ്ററി ഒന്ന് സോർട്ട് ചെയ്ത് വെക്കണം, അല്ലാതെ ഇത് നടക്കത്തില്ല ഗൈസ്. ഒക്കെ ജസ്റ്റ് മിസ്സാണ് ഗൈസ്. ഇത് ഞാൻ അവനെ എങ്ങനെ കൊല്ലുമെന്നറിയോ? ഇങ്ങനെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് മാറിക്കോ പശുവോ, അല്ലെങ്കിൽ കിട്ടും. എനിക്കൊന്ന് ചാടി അടിക്കണം ഗൈസ്. അവൻ്റെ കളി എൻ്റെ അടുത്താ. എന്താ ചെയ്യുക ഗൈസ്? നമ്മൾ പണ്ടേ പവറേഷ് മുകേഷ് എന്തായാലും സ്പോണായോ ഗൈസ്? ഇല്ല ഗൈസ്. ഡയമണ്ട് ഓഫ് കരടീനൊക്കെ നമുക്ക് ഇവിടെ വേണോ? ഇവൻ ആക്രമിക്കാൻ വരും. ഓ, അടിച്ചാലും സീനാണല്ലോ. പോ. എന്താ സാധനം ഗൈസ്? ഇത് എന്നാച്ച സാധനം ഗൈസ്? 2.5 ഹേർട്ട്. ഇപ്പോൾ ഒക്കെ പോകണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ഇട്ടിട്ട് തന്നെ തല്ലിക്കൊല്ലാം. അമ്മേ, ഇപ്പം തന്നെ തീർന്നേനെ. ഹേർട്ടൊന്ന് ഫുള്ളാവട്ടെ ഗൈസ്, ഇല്ലെങ്കിൽ ഒരു സുഖമില്ല. നമുക്കെന്തായാലും മൈൻഡ് ചെയ്യാം ഗൈസ്. ഞാനൊന്ന് പേടിച്ച്, കാരണം ഗൈസ് ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ബൈ മച്ചു. ബായ്ഡാ മച്ചു, ബായ്ഡാ. കഴിഞ്ഞില്ലേ? ഓക്കെ, എന്താ? ഓക്കെ, സയൻ ആർമറൊക്കെ ഉണ്ട്. അതിന് നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇതിനൊക്കെ കൊന്നാലും അയൺ കിട്ടിയിട്ടുണ്ട്. അത് അടിപൊളി തീരുമാനമായിരുന്നു മൈൻക്രാഫ്റ്റിൻ്റെ. അങ്ങനെ ഗൈസ് നമുക്ക് കുറച്ച് ഐറ്റംസ് കൂടി കിട്ടി. അതിലൊന്നാണ് ഇതാ ബാക്കിൽ നിൽക്കുന്നത് ഗൈസ്. ഇതാ. പിന്നെ ഞാൻ ഇൻവെൻറ്ററി തുറന്ന് കാണിച്ചു തരാം. ഇതാ ഗൈസ്, 3 ഐറ്റംസ് കിട്ടി. പിന്നെ എന്തൊക്കെ കിട്ടിയെന്ന് ചോദിച്ചാൽ പിന്നെയും കുറേ ബുക്ക്, സാൻഡ്, എന്താ സസ്പീഷ്യസ് സാൻഡ് പറഞ്ഞ സാധനമാണ് ഞാൻ കാണിച്ചത്. അതിൻ്റെ ഉണ്ട് സാൻഡ് സ്റ്റോൺ. ഇതല്ല, ഇതാ ഈ സാധനം. പിന്നെ അതിൻ്റെ ബ്രഷും കിട്ടി ഗൈസ്. ഇതെന്താ സത്യം പറഞ്ഞാൽ പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതാ ഈ സാധനമാണ് ഗൈസ്, കാക്ടസ്. ആ മുള്ള് തട്ടിയിട്ട് ഐറ്റംസൊക്കെ ഡീസ്പോണായി പോവാണ് ഗൈസ്. പിന്നെ നമുക്ക് വേറെ എന്തോ ഡ്രൈ ഗ്രാസോ അങ്ങനെ എന്തോന്നും കൂടി കിട്ടിയിട്ടുണ്ട്. പിന്നെ കാക്ടസ് ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. പിന്നെ എഫിഷ്യൻസീൻ്റെ ബുക്ക് ഞാൻ എടുത്ത് വെച്ചു, അതുകൊണ്ട് കിട്ടി. പിന്നെ കുറേ മോബ്സ് വന്നു ഗൈസ്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായി. അപ്പോൾ ഗൈസ് ഇത് ന്യൂ ബയോം എത്തിയിട്ടുണ്ട് ഗൈസ്. ന്യൂ മൈൻ ചെയ്തുകൊണ്ട് നിന്ന വീഡിയോയുടെ ലെങ്ത്ത് കുറേ കൂടിപ്പോകും ഗൈസ്. ഞാനപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അവളെന്ന വലിയ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിലും ലിങ്ക് കിട്ടുന്നതാണ് ഗൈസ്. അപ്പോൾ ടാറ്റ, ബൈ ഗൈസ്.